ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നോർത്ത് ഇന്ത്യൻ ഫുഡായിട്ടുള്ള പോഹയുടെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ പോഹ ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആദ്യം തന്നെ വേണ്ടത് പീനട്ട് അല്ലെങ്കിൽ കടലയാണ്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ചെയ്യേണ്ടത് ഈ കടല ഒന്ന് വറുത്തെടുക്കുകയാണ്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഓയിൽ ചേർത്ത് കൊടുക്കാം. ഇനി എണ്ണയിലിട്ടിട്ടൊന്ന് കടലയൊന്ന് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് പച്ചക്കടലയാണ്, അതുകൊണ്ടാണ് ഇതൊന്ന് വറുത്തെടുക്കുന്നത്. ഇനി നിങ്ങൾക്ക് വറുത്ത കടല കിട്ടുകയാണെങ്കിൽ അത് യൂസ് ചെയ്താൽ മതി. ജസ്റ്റ് ഒന്ന് എണ്ണയിലിട്ടിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഇപ്പോൾ കടല വറുത്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് വെളുത്ത അവിലാണ്. പോഹയ്ക്ക് യൂസ് ചെയ്യുന്നത് ഇതുപോലത്തെ വെളുത്ത അവിലാണ്. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് നനച്ച് വെക്കണം. അപ്പോൾ ജസ്റ്റ് ഒരല്പം വെള്ളം ചേർത്തിട്ട് ഒന്ന് കുതിർത്ത് വെക്കുക. അപ്പോൾ വെള്ളം കൂടിപ്പോയി കഴിഞ്ഞാൽ ഒന്ന് അരിപ്പയിലിട്ടിട്ടൊന്ന് അരിച്ചെടുത്താൽ മതി. ജസ്റ്റ് ഒന്ന് നനച്ചെടുക്കുക. അപ്പോൾ അവൽ നനച്ചെടുത്തിട്ടുണ്ട്. വെളുത്ത അവലാണ് എടുക്കേണ്ടത് പോഹയ്ക്ക്. ഇനി നമ്മൾ ആ പാനിൽ തന്നെ ഒരല്പം കൂടെ എണ്ണ ചേർത്തിട്ട് അതേ എണ്ണയിൽ തന്നെ ചേർത്ത് കൊടുത്താൽ മതി. കടുക് ചേർത്തിട്ടൊന്ന് പൊട്ടിച്ചെടുക്കുക. 1 ടേബിൾ സ്പൂൺ കടുക് എടുത്തിട്ടുണ്ട്. അത് എണ്ണയിലിട്ടിട്ടൊന്ന് വറുത്തെടുക്കുക. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഗ്രീൻ ചില്ലീസ് അല്ലെങ്കിൽ പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതൊന്ന് വഴറ്റിയെടുക്കുക. ഇനി ചേർക്കാൻ പോകുന്നത് കറി ലീവ്സ് ആണ്. കറി ലീവ്സ് അല്ലെങ്കിൽ കറിവേപ്പില, അതും കൂടെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് നമ്മൾ സവാളയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഒരു മീഡിയം സൈസിലുള്ള ഒരു സവാള എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ സ്ക്വയർ ആക്കി കട്ട് ചെയ്തിട്ടുണ്ട്. അതൊന്ന് നന്നായിട്ടൊന്ന് ഈ എണ്ണയിലിട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ പൊട്ടാറ്റോ അല്ലെങ്കിൽ ഉരുളക്കിഴങ്ങ് കൂടെ ഇതിലൂടെ ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ സവാള മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇനി ഇതിലേക്ക് ഒരല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഉരുളക്കിഴങ്ങ്, അതുപോലെ ഗ്രീൻ പീസ്, അതായത് പച്ചക്കടല വേണമെങ്കിൽ വെന്ന് വേവിച്ചിട്ട് അതും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. അതുപോലെ സ്വീറ്റ് കോൺ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ കുറച്ചും കൂടി ടേസ്റ്റി ആവും. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ സവാള മാത്രമേ ചേർത്തിട്ടുള്ളൂ. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഉപ്പ് ഒന്ന് ചേർത്ത് കൊടുത്താൽ സവാള പെട്ടെന്നൊന്ന് വഴറ്റി വന്നോളും. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഉരുളക്കിഴങ്ങൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റി ആവും. ഇനി ഇതിലേക്ക് നമ്മൾ കുതിർത്ത് വെച്ചിട്ടുള്ള അവില്, അതായത് വെളുത്ത അവില്, പോഹ, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇപ്പോൾ നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ആ മസാലയൊക്കെ നന്നായിട്ട് അതിലൊന്ന് ചേർത്ത് പിടിക്കട്ടെ. ജസ്റ്റ് ഒരു 2 to 3 മിനിറ്റ്സ് ഒന്ന് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടൊന്ന് വേവിച്ചെടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ ഗ്രീൻ പീസ് ഒക്കെ ചേർത്ത് കൊടുക്കാം. സ്വീറ്റ് കോണൊക്കെ ചേർത്ത് കൊടുക്കാം. ഒരല്പം മല്ലിയില കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്, കൊറിയാണ്ടർ ലീഫ്, നല്ലൊരു ടേസ്റ്റിന് വേണ്ടിയിട്ട്. ഇനി നമ്മൾ നേരത്തെ വറുത്ത് മാറ്റി വെച്ചിട്ടുള്ള കടലയുണ്ട്, അതായത് പീനട്ട്, അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആ ഒരു അവിലിൻ്റെ കൂടെ കടിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. ഇപ്പോൾ നമ്മുടെ പോഹ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ വളരെ സിമ്പിളാണ് ഇത് ഉണ്ടാക്കാനായിട്ട്. നമ്മുടെ വൈകുന്നേരത്തെ ഈവനിങ്ങിലൊക്കെ സ്നാക്കായിട്ട് കഴിക്കാൻ പറ്റിയ ഒന്നാണിത്. അതുപോലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും കഴിക്കാം. കുട്ടികൾക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന ഒന്നാണ് ഈ പോഹ. അപ്പോൾ നമ്മുടെ പോഹ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. കൂടുതൽ റെസിപ്പീസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.
ഇനി ഇത് നമുക്ക് ചൂടോട് കൂടെ തന്നെ സെർവ് ചെയ്യാം. താങ്ക്